കേരള 3ാം സ്ഥാനം കരസ്ഥമാക്കിയ സബീഹ ബായ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സബീഹ പ്രവേശനം നേടിയിരിക്കുന്നത്. കേരളത്തിലെ 3ാം റാങ്കും ഓൾ ഇന്ത്യയിലെ 213ാം റാങ്കും നേടിയ ഈ തിരുവനന്തപുരം സ്വദേശിനി തന്റെ MBBS സ്വപ്നം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടരാൻ തീരുമാനിച്ചു. LD ക്ലർക്കായ തൻസീറ ബായിയുടെയും മുൻ KSEB സീനിയർ സൂപ്രണ്ടായ ഹാറൂൺ സേട്ടിന്റെയും മകളായ സബീഹ ബ്രില്യന്റിലെ റിപ്പീറ്റർ പ്രോഗ്രാമിലൂടെയാണ് ഈ സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഈ ഉജ്ജ്വല വിജയത്തിന് 5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും സബീഹയെ തേടിയെത്തി. എത്ര വലിയ നേട്ടങ്ങൾ കൈവരിച്ചാലും സ്വന്തം നാടിനോടുള്ള സ്നേഹമാണ് ട്രിവാൻഡ്രംകാരിയായ സബീഹയെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് പിന്നിൽ. ഹലോ എവരിവൺ, ഞാൻ സബീഹ. ഇക്കഴിഞ്ഞ 2025 എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 213 കേരളത്തിൽ 3ാം റാങ്കും കരസ്ഥമാക്കാൻ സാധിച്ചു. ഞാനിപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. ആദ്യമായിട്ട് ഞാൻ എന്റെ റാങ്ക് അറിഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ജിപ്മർ എയിംസ് ഒക്കെ കൺസിഡർ ചെയ്തു. എന്നാൽ പിന്നെ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തന്നെ ചൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അതിന് പിന്നിൽ മെയിൻലി 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് TMCയുടെ ലെഗസിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മിടുക്കരായ ഡോക്ടേഴ്സിനെ സമ്മാനിച്ച ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. രണ്ടാമതായിട്ട് ഇവിടുത്തെ പേഷ്യന്റ് ലോഡാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേഷ്യന്റ് ലോഡുള്ള ഹോസ്പിറ്റലാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ആൻഡ് മൂന്നാമതായിട്ട് ഞാൻ എന്റെ സ്വന്തം കംഫോർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസമായി. ഇതുവരെ എനിക്ക് വളരെ മനോഹരമായ അനുഭവമാണ് ഉണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാം, MBBS എന്ന് പറയുന്നത് വളരെയധികം ഹാർഡ് വർക്ക് ആവശ്യപ്പെടുന്ന ഒരു കോഴ്സാണ്. എന്നാൽ ഇവിടുത്തെ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് നല്ല എൻജോയബിൾ ആണ്. അക്കാഡമിക്സിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച അനുഭവമാണ് എനിക്ക് ഇവിടെ സോഫാർ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് അവസാനമായിട്ട് ഈ 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇനി 5 മാസമാണ് ബാക്കിയുള്ളത്. ഈ ഒരു 5 മാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള 5 months ആയിരിക്കും. നിങ്ങൾ അധികം സ്ട്രെസ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓവർബർഡൻ ആയിട്ട് ഫീൽ ആവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ മെന്റേഴ്സുമായിട്ട് സംസാരിക്കുക. അവരുടെ ഡെഫിനിഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിങ്ങൾ ഈ 5 മാസങ്ങൾ ബയോളജിയിൽ മെയിൻലി NCERT വായിക്കാൻ ശ്രദ്ധിക്കുക. NCERTയിലെ ഓരോ ലൈനും ഇമ്പോർട്ടന്റ് ആണ്. ഇൻട്രൊഡക്ഷൻ പേജസ്, സമ്മറി ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഫിസിക്സിനും കെമിസ്ട്രിയും കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ മോഡൽ എക്സാം ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. നിങ്ങൾ ഒരു എക്സാം പോലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയത് അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്യുക. ഒരു മിസ്റ്റേക്ക് ബുക്ക് നിങ്ങൾ വെക്കുക ആ സമയത്ത്. ആൻഡ് അടുത്ത വർഷം നിങ്ങൾക്കും ഒരു മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.